ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒരു പാനിലേക്ക് ഒരു 7 വറ്റൽമുളക്, കുറച്ച് കാഷ്യൂനട്ട് എന്നിവ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായതിനു ശേഷം ഇനിയൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2 വലിയ തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3-4 തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. ഇത് വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴേക്കും ഇതൊന്ന് നന്നായി വാടി വന്നിട്ടുണ്ടാകും. ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഈ മസാലകളൊക്കെ ഒന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി ഇത് കുറച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടി വെക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.